ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡ്സും ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നാരങ്ങയും കഞ്ഞിവെള്ളവും മാത്രം മതി കേട്ടോ. കഞ്ഞിവെള്ളം കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ആണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ പുളിക്കാത്ത കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ നാരങ്ങ നമ്മൾ വെള്ളത്തിനനുസരിച്ച് വേണം നമുക്ക് നാരങ്ങ എടുക്കാൻ വേണ്ടിയേ. നാരങ്ങ ഇപ്പോൾ ഞാൻ ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഈ നാരങ്ങ ഫ്രഷ് നാരങ്ങ എടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഉപയോഗിച്ച നാരങ്ങയുടെ തൊലിയില്ലേ, ആ തൊലി ഉണ്ടെങ്കിൽ അത് മാത്രം മതി. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല ഗ്രോത്ത് കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങയുടെ ഈ നീര് ഞാനിപ്പോൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നതാണ്. ശരിക്കും നീരൊഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കതിൻ്റെ ആ തൊലി മാത്രം ഇട്ട് വെച്ചാൽ മതി. ഒരാഴ്ചത്തേക്ക് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഈ തൊലി ഇട്ട് വെച്ച് നല്ലതുപോലെ പുളിപ്പിച്ചെടുക്കണം കേട്ടോ. പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിലും കുറച്ച് ദിവസം നമുക്ക് ഒരു 2-3 ദിവസം വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് ഈ നാരങ്ങയുടെ നീര് മുഴുവനും നമ്മൾ ഒഴിച്ച് അതിൻ്റെ അല്ലിയും കൂടി ഞാനങ്ങോട്ട് അരിഞ്ഞിടണേനെ. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഈ കഞ്ഞിവെള്ളം ഒരു ദിവസം കൊണ്ട് തന്നെ പുളിച്ച് കിട്ടും. പക്ഷേ നാരങ്ങയുടെ അല്ലി നല്ലതുപോലെ ഒരു പൂപ്പൽ പിടിച്ച ഒരു പരുവമാകുമ്പോഴേക്കും നമുക്കത് ചെടികൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു പാകം ആ വെള്ളത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജാറിലോ എവിടെയായാലും നമ്മൾ ഇതുപോലെ അടച്ച് വെച്ചേക്കണേ. കുറച്ച് ദിവസം നമ്മൾ ഇതുപോലെ അനക്കാണ്ട് വെച്ചതിന് ശേഷം നമുക്ക് ചെടികൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു പെസ്റ്റിസൈഡും നാച്ചുറൽ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്, യാതൊരു കെമിക്കൽസും ഞാൻ എൻ്റെ ചെടികൾക്ക് ഒന്നും ഉപയോഗിക്കാറില്ല. എല്ലാം ഈ കഞ്ഞിവെള്ളവും പിന്നെ ചാണകപ്പൊടി അതുപോലെയൊക്കെ ഉള്ളത് ഉപയോഗിക്കാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ 2 ദിവസം ആ കഞ്ഞിവെള്ളം ഞാൻ മാറ്റി വെച്ചത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് കഞ്ഞിവെള്ളം നല്ലതുപോലെ പുളിച്ചിട്ടുണ്ട്. നാരങ്ങ വലിയ കാര്യമായിട്ട് അങ്ങനെ അലുത്തിട്ടൊന്നുമില്ല. ഒരാഴ്ച കഴിയുമ്പോഴേ നാരങ്ങക്ക് ഒരു അലുക്കൽ വരുള്ളൂ. ഇപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഈ വെള്ളം നമുക്ക് അരിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ സ്പ്രേ ചെയ്യുന്ന കുപ്പി കൂടി ഇങ്ങനെ പോരാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് കാണിക്കാനാണ്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ നിറച്ച് നമുക്ക് ഈ കഞ്ഞിവെള്ളം എടുക്കാം. നമുക്ക് ചെടികളുടെ ഇലകളിലേക്കും പിന്നെ കടക്കയിലേക്ക് വേരിലോട്ടൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാൻ വളരെ നല്ലതാണ്. ടെറസിൻ്റെ മുകളിലാണ് എൻ്റെ വേപ്പിലയൊക്കെ ഇരിക്കുന്നത്. ഇപ്പം മഴയുടെ ടൈമിലായത് കാരണം നമുക്ക് എത്രമാത്രം നമ്മൾ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒലിച്ചു പോകും. മഴയുടെ സമയത്ത് ഇതൊന്നും കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എൻ്റെ ചെടികളുടെ ലീവ്സിലൊന്നും അങ്ങനെ പുഴുക്കളൊന്നും അധികം വരാറില്ല കേട്ടോ. ഞാനിതുപോലെ പിന്നെ ചാരവും വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതൊക്കെ ഞാൻ ഈ ഇലകളിലൊക്കെ തൂവി കൊടുക്കാറുണ്ട്. ഈ കോവക്കയിലൊക്കെ ഇതുപോലെ ചാരം ഞങ്ങൾ തൂവി കൊടുക്കാറുണ്ട്. എൻ്റെ വേപ്പില കണ്ടു. ഇതിപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ഈ ബക്കറ്റിൽ തന്നെ നിൽക്കുന്നതാണ്. ഇതുവരെ ഇത് പിടിച്ച് കിട്ടിയിട്ടില്ല. എപ്പോഴും ഇതുപോലെ ഇല മുരടിപ്പ്, പിന്നെ ഒരു കറുത്ത കളറിലൊരു ഫംഗസ്, പുഴുക്കൾ എല്ലാം വന്നിങ്ങനെ ഇങ്ങനെ തളർന്നിങ്ങനെ വീണത് കൊണ്ട് ഈ താഴത്തെ ലീവ്സ് നിൽക്കുന്നത് കണ്ടു. അതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ തൊട്ടാണ് ഞങ്ങൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഈ നാരങ്ങ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ കടക്കയിലോട്ട് ലീവ്സിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വരണ ഇലകളൊക്കെ നല്ല ഫ്രഷും നല്ല കരുത്തുമുള്ള നല്ല സ്മെല്ലുമാണ് കേട്ടോ. അതുപോലെയുള്ള ലീവ്സ് നമുക്ക് കിട്ടാതെ തുടങ്ങി. യാതൊരു കീടങ്ങളും പിന്നെ വന്നിട്ടില്ലേ. അതുപോലെ ഇത് റംബുട്ടാനാണ്. ഏതൊരു പ്ലാന്റിനും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. റംബുട്ടാനും ഇത് എടന മരം, അതിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ ലീവ്സിലൊക്കെ ഇതുപോലെ തളിച്ചൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ യാതൊരു പുഴുക്കളും കെമിക്കൽസൊന്നും ഞാൻ ഇതിൽ യൂസ് ചെയ്യാറില്ല. പുഴുക്കളെ കളയാൻ വേണ്ടി ഇതുപോലെ ഈ നാരങ്ങയുടെ ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ലീവ്സൊക്കെ നിൽക്കണ കാണാം. കാരണം ഇത് നല്ലൊരു പെസ്റ്റിസൈഡ്, നല്ലൊരു ഫെർട്ടിലൈസറും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും നാരങ്ങയുടെ തൊലിയൊക്കെ ഇരിക്കണ്ടെങ്കിൽ കളയണ്ട കേട്ടോ. കഞ്ഞിവെള്ളത്തിലിട്ട് ഇതുപോലെ നമുക്ക് പുളിപ്പിച്ചൊക്കെ എടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങളുടെ കോവക്ക ഇങ്ങനെ പടർന്ന് കയറിയപ്പോൾ അതിനകത്തൊരു ഫംഗസ് പോലെ വന്നിരുന്നു. അപ്പോൾ അത് കളയാൻ വേണ്ടി ഞങ്ങൾ ഈ വെള്ളം കൊണ്ട് യൂസ് ചെയ്ത നാരങ്ങ ഇട്ട് വെച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു. പിന്നെ അത് വന്നിട്ടില്ല. പുഴുക്കളൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കണ പുഴുക്കളെ കളയാൻ വേണ്ടി അത് ഉള്ളിൽ തന്നെ കളയണം കേട്ടോ. പക്ഷേ ഇതിൻ്റെ കടക്കയിലോട്ട് ഞാൻ നാരങ്ങയുടെ കൊടുത്തിട്ടില്ല. കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ.